ഇന്ത്യ കപ്പ് തൂക്കി, ചേട്ടൻ കപ്പ് തൂക്കി എന്നൊക്കെ മലയാളികൾ വേൾഡ് കപ്പ് ടീമിലുണ്ടോ അന്നൊക്കെ കിരീടം മുത്തമിട്ടത് വീണ്ടും യാഥാർത്ഥ്യമാകുകയാണ്. ഈ തവണ ഒരു മലയാളിയുടെ ഗംഭീര പ്രകടനം കൊണ്ട് ഇന്ത്യൻ ടീം കിരീടത്തിൽ മുത്തമിടുമ്പോൾ ഒരു പുതിയ അധോലോകം കൂടി ഇവിടെ ഓപ്പൺ ആകുകയാണ്. ഈ ഒരു അധോലോകത്തിന്റെ നായകൻ ഒരൊറ്റ കളി കൊണ്ട് അധോലോകം കീഴ്പ്പെടുത്തിയവനല്ല, കളിച്ച 3 കളികളും ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് കിരീടത്തിലേക്ക് എത്തിച്ച ഇന്നിങ്സുകളായിരുന്നു. 97ഉം 289കളും ഇന്ത്യൻ ക്രിക്കറ്റ് എക്കാലവും ഓർത്തു വെക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ, ഇംഗ്ലണ്ടിനെതിരെ, ന്യൂസിലൻഡിനെതിരെ സെമിയിലെ ഫൈനലിലെയും ഇന്നിംഗ്സിലെ ഏറ്റവും മനോഹാരിത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കീഴ്പ്പെടുത്തിയ അതേ ബൗളർമാർക്കെതിരെ ഏറ്റവും മികച്ച പ്രകടനത്തോടു കൂടി തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പ്രകടനം കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞുള്ള ഒരു കാര്യമാണ് ആ 97 കഴിഞ്ഞ സഞ്ജു അടുത്ത കളിയിൽ ഇത് കാണണം എന്നുള്ളത്. സെമി ഫൈനലിൽ ഗംഭീര പ്രകടനം കഴിഞ്ഞപ്പോഴും പലരും പറഞ്ഞു ഓവറാക്കരുത്, ഇതിൽ നിർത്തിക്കൂടെ എന്ന്. പക്ഷേ ഫൈനൽ കഴിഞ്ഞിട്ടും ചേട്ടൻ പറയുന്ന ഒരു പറച്ചിലുണ്ട്, നിർത്തുന്നില്ല, ഇത് തുടരുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ അധോലോകം ഇവിടെ ഓപ്പൺ ആകുകയാണ്. സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ സെൽഫ്ലെസ് ക്രിക്കറ്റ് തുടരുന്നു. ഇന്നും 89 നിൽക്കുമ്പോൾ ടീമിന് വേണ്ടിയിട്ടാണ് അയാൾ ബാറ്റ് ചെയ്തത്. ഏറ്റവും വേഗതയിൽ റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ മുഖമായി, പുതിയ താരോദയമായി, പുതിയ സൂപ്പർ സ്റ്റാറായി സഞ്ജു സാംസൺ തിളങ്ങുകയാണ്. ചെന്നൈയിൽ വെച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോസ്റ്റർ ബോയ് ആയി സഞ്ജു വളർന്നു വരുന്നു എന്നുള്ളത്. അത് ഞാൻ മാറ്റി പറയുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോസ്റ്റർ ബോയ് ആയാണ് സഞ്ജുവിന്റെ വളർച്ച, പുതിയ അധോലോകത്തിന്റെ തുടക്കം. ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ബിഗ് സല്യൂട്ട്. ഈ ഒരു വിജയത്തിൽ ആവേശത്തോടു കൂടി ആഘോഷിക്കുന്നു. ഒപ്പം സഞ്ജു സാംസന്റെ ഈ ഒരു തിരിച്ചുവരവ് രോമാഞ്ചമാണ് സാറേ. മടങ്ങി വന്നിരിക്കും, മലയാളിയാടാ.